കറുപ്പും വെളുപ്പിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ കറുപ്പും വെളുപ്പിൽ പൊതുവായിട്ടുള്ള എല്ലാ മതങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക മതത്തിന്റെ കാര്യങ്ങൾ ഇതുവരെയും നമ്മൾ കറുപ്പും വെളുപ്പിൽ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് പറയുന്നതും ഒരു പൊതു കാര്യമാണ്. പക്ഷെ ചിലർക്ക് അതിനകത്ത് ഒരു മതത്തിന്റെ വിഷയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വിഷയം അയോധ്യയില് ഒരു മന്ദിരം ഉണ്ടാക്കിയിട്ട് കുറെ കാലമായി. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ശരവേഗത്തില് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ ദയനീയ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് റെയിൽവേ ഭരിക്കുന്നത് BJP ആണല്ലോ. കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നും അയോധ്യയിലേക്ക് ഒരു ട്രെയിൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അയോധ്യക്ക് പോകണമെന്നുള്ളവര് താല്പര്യം ഉണ്ടെങ്കിൽ റപ്തി സാഗർ എക്സ്പ്രസ് പിടിച്ച് ഗോരഖ്പൂരിൽ ഇറങ്ങിയിട്ട് പിന്നെ അവനവന്റെ കഴിവിനനുസരിച്ചിട്ട് അയോധ്യയിൽ പോയാൽ മതി എന്നാണ് നമ്മുടെ റെയിൽവേ മന്ത്രി തീരുമാനിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ BJPക്കാരെ ആരും ഈ ആവശ്യമായിട്ട് അശ്വിനി വൈഷ്ണവ് സാഹിബിനെ ഇതുവരെ പോയി കണ്ടിട്ടില്ല എന്നായിരിക്കണം നമ്മൾ വിചാരിക്കുന്നത്. 2 മണിക്കൂർ 160 കിലോമീറ്റർ ഗോരഖ്പൂരിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ അയോധ്യയിലെത്താം. 2 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ ഭക്തരും സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത്, ഇപ്പോ പോകുന്ന റപ്തി സാഗർ എക്സ്പ്രസ് ഡെയിലി എക്സ്പ്രസ് ആക്കി അതിനെ അനന്തപുരി അയോധ്യ എക്സ്പ്രസ് എന്നാക്കി ദിവസം ഓടിച്ച് അയോധ്യ ധാം വരെ എത്തിക്കാൻ ഉള്ള ഒരു സംവിധാനം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ കനിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, അയോധ്യയിൽ പോകാൻ കേരളത്തിൽ നിന്നുള്ള എല്ലാവർക്കും സൗകര്യം ഉണ്ടാവുന്നതിന് ഇങ്ങനെ ഒരു സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ആവശ്യപ്പെടണം. നന്ദി, നമസ്കാരം.